ഹായ്, ഇന്നത്തെ വീഡിയോ നമ്മൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചറിലെ ഏറ്റവും അവസാനത്തെ യൂണിറ്റ് ആയിട്ടുള്ള മെമ്മറി ഓർഗനൈസേഷൻ ആ ഒരു ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ കുറേ മെമ്മറിയെക്കുറിച്ച് പറയുന്നുണ്ട്. അസോസിയേറ്റീവ് മെമ്മറി, കാഷ്യൂ മെമ്മറി, ഇതുപോലെയുള്ള. അപ്പോൾ ഇതിലെ ആദ്യത്തെ അസോസിയേറ്റീവ് മെമ്മറിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് അസോസിയേറ്റീവ് മെമ്മറി എന്ന് നമുക്ക് നോക്കാം. സാധാരണ ഒരു ഐറ്റം, ഒരു മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആക്സസ് ചെയ്യുന്നത് അതിൻ്റെ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് ആക്സസ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ആ ടൈം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അസോസിയേറ്റീവ് മെമ്മറി ഉപയോഗിക്കാനുള്ള കാരണം. അപ്പോൾ അസോസിയേറ്റീവ് മെമ്മറി എങ്ങനെയാണ് ടൈം റെഡ്യൂസ് ചെയ്യുന്നത്? ബൈ സെർച്ചിങ് ബൈ കണ്ടൻറ്. അതിലെ കണ്ടൻറ് എന്താണോ, കണ്ടൻറ് എന്തിനെ കുറിച്ചിട്ടാണോ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്, അതിന് ആ ഒരു കണ്ടൻറ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അതിനെ ആക്സസ് ചെയ്യുക എന്നുള്ളതാണ് അസോസിയേറ്റീവ് മെമ്മറി ചെയ്യുന്നത്. എ മെമ്മറി യൂണിറ്റ് ആക്സസ്ഡ് ബൈ കണ്ടൻറ് ഈസ് കാൾഡ് ആൻ അസോസിയേറ്റീവ് മെമ്മറി. ഒരു മെമ്മറി യൂണിറ്റിനെ അതിൻ്റെ കണ്ടൻറ് വെച്ചുകൊണ്ട് ആക്സസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, അസോസിയേറ്റീവ് മെമ്മറി. ഓർ അല്ലെങ്കിൽ അതിനെ വേറെ പറയുന്നൊരു പേരാണ് കണ്ടൻറ് അഡ്രസ്സബിൾ മെമ്മറി, CAM എന്ന് പറയുന്നത്. കണ്ടൻറ് അഡ്രസ്സബിൾ മെമ്മറി. ദിസ് ടൈപ്പ് ഓഫ് മെമ്മറി ആക്സസ്ഡ് simultaneously and in parallel on the basis of data content rather than by specific address or location. നമ്മളതിൻ്റെ അഡ്രസ്സോ ലൊക്കേഷനോ ഉപയോഗിച്ച് കൊണ്ടല്ലാതെ അതിലെ കണ്ടൻറ് വെച്ചുകൊണ്ട് പാരലലായിക്കൊണ്ട് കണ്ടെത്തുന്ന രീതിയാണ് അസോസിയേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത്. ഇനി അസോസിയേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത് ഒരു വേർഡ് നമ്മൾ റൈറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇൻപുട്ടായിട്ട് സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ആ വേർഡാണ് കൊടുക്കുകയാണ് ചെയ്യുക. ഒരു അഡ്രസ്സൊന്നും എവിടെ സ്റ്റോർ ചെയ്യണം എന്ന് സ്പെസിഫൈ ചെയ്യില്ല. ഈ മെമ്മറി എന്ന് പറയുന്നത്, അസോസിയേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത് ഈസ് കാപ്പബിൾ ഓഫ് ഫൈൻഡിങ് ആൻ എംപ്റ്റി അൺയൂസ്ഡ് ലൊക്കേഷൻ ടു സ്റ്റോർ ദ വേർഡ്. ആ വേർഡിനെ എവിടെയാണോ ഫ്രീ സ്പേസ് ഉള്ളത് അല്ലെങ്കിൽ അൺയൂസ്ഡ് സ്പേസ് ഉള്ളത്, ആ ഒരു സ്പേസിൽ എന്ത് ചെയ്യും, കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. ഇനി അത് എടുക്കണമെന്നുണ്ടെങ്കിൽ, വേർഡ് റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ മെമ്മറി അത് റീഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈ മാച്ചിങ് ദ വേർഡ്. അതുപോലെ എന്താണോ നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് അതേപോലെയുള്ള ആ വേർഡിനെ മാച്ച് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, ദ മെമ്മറി ലൊക്കേറ്റ്സ് ഓൾ ദ വേർഡ് വിച്ച് മാച്ച് ദ സ്പെസിഫൈഡ് കണ്ടന്റ്. ഒരു സ്പെസിഫൈഡ് കണ്ടന്റിനെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കണ്ടന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വേർഡും എന്ത് ചെയ്യും, അത് ലൊക്കേറ്റ് ചെയ്യും ആൻഡ് മാർക്ക് ഫോർ ദം റീഡിങ്. പിന്നീട് an associative memory can be considered as a memory unit whose stored data can be identified for access by the content for the data itself rather than by address or memory location. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അഡ്രസ്സ് ഉപയോഗിച്ചല്ലാതെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ അസോസിയേറ്റീവ് മെമ്മറി ഓൾസോ നോൺ ആസ് കണ്ടന്റ് അഡ്രസ്സബിൾ മെമ്മറി. ദ സെർച്ചിങ് ടൈം. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, സെർച്ചിങ് ടൈം ക്യാൻ ബി റെഡ്യൂസ്ഡ് ഇഫ് ഡാറ്റ ഈസ് സെർച്ച് ഓൺ ദ ബേസിസ് ഓഫ് കണ്ടന്റ്. ഒരു ഡാറ്റയെ അതിൻ്റെ കണ്ടന്റ് വെച്ചുകൊണ്ട് ബേസ് ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സെർച്ചിങ് ടൈം കുറക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഗുണം എന്ന് പറയുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഇൻ മെമ്മറി അലോക്കേഷൻ ഫോർമാറ്റ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലും മെമ്മറി അലോക്കേഷൻ ഫോർമാറ്റിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒന്ന്, ടൈം നീഡ്സ് ടു ബി ലെസ് ഓർ ഷോർട്ട്. ടൈം സെർച്ച് എന്ന് പറയുന്നത് വളരെ കുറച്ച് പെട്ടെന്ന് ഈസിയായി ക്വിക്കായിട്ട് വളരെ വേഗത്തിൽ കിട്ടേണ്ട, സെർച്ച് ചെയ്തിട്ട് എടുക്കേണ്ട ഒരു ഐറ്റമാണ് എന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ അസോസിയേറ്റീവ് മെമ്മറിൻ്റെ അഡ്വാൻറ്റേജ് വരുന്നത്. And it's also suitable for parallel searches. It is often used to speed up databases. Databases speed up ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നു, അസോസിയേറ്റീവ് മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്.
ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഓഫ് അസോസിയേറ്റീവ് മെമ്മറി എന്താണ് ഡിസഡ്വാൻറ്റേജ് നോക്കാം. ഒന്ന്, റാമിനേക്കാൾ സാധാരണ മെമ്മറിയേക്കാൾ എന്താണ് എക്സ്പെൻസീവ് ആണ്. അതിന് കാരണം പറയുന്നത് വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് സ്റ്റോർ ചെയ്യുന്നത് ഓരോ സെല്ലിനകത്താണ്. ഈച്ച് സെൽ, അപ്പോൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഓരോ സെല്ലിനകത്താണ്. അപ്പോൾ ഈച്ച് സെൽ മസ്റ്റ് ഹാവ് എ സ്റ്റോറേജ് കാപ്പബിലിറ്റി. ഓരോ സെല്ലിനും എന്ത് വേണം? സ്റ്റോറേജ് കാപ്പബിലിറ്റി വേണം. ആൻഡ് ഓൾസോ എ ലോജിക്കൽ സർക്യൂട്ട് ഫോർ മാച്ചിങ്. അതേപോലെ ഒരു മാച്ചിങ് ലോജിക്കൽ സർക്യൂട്ട് വേണം. എന്ത് കണ്ടന്റ് നമുക്ക് സെർച്ച് ചെയ്തെടുക്കുമ്പോൾ അതിനെ കണ്ടന്റ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു എന്തുണ്ട്? മാച്ചിങ് ലോജിക്ക് അവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതും എന്താണ്? ഇതിൻ്റെ എക്സ്പെൻസീവ് കൂടാൻ കാരണമാണ്. നെക്സ്റ്റ് ഒരു അസോസിയേറ്റീവ് മെമ്മറിയുടെ ബ്ലോക്ക് ഡയഗ്രമാണ് നമ്മൾ കാണുന്നത്. ബ്ലോക്ക് ഡയഗ്രത്തിൽ ഒന്ന്, അതിനകത്ത് ആർഗ്യുമെന്റ് രജിസ്റ്റർ ഉണ്ട്, കീ രജിസ്റ്റർ ഉണ്ട്, ആൻഡ് ഓൾസോ ഒരു അസോസിയേറ്റീവ് മെമ്മറി അറേ ആൻഡ് ലോജിക്. ഒരു അസോസിയേറ്റീവ് മെമ്മറി അറേ ആൻഡ് ലോജിക് ഉണ്ട്. പിന്നെ അതിനകത്തേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാനുള്ള ഇൻപുട്ട് ഓപ്ഷൻ ഉണ്ട്, റീഡ് ചെയ്യാനുള്ളതും റൈറ്റ് ചെയ്യാനുള്ള 2 ഹെഡുകളുണ്ട്. പിന്നെ അതുപോലെ ഒരു മാച്ച് രജിസ്റ്റർ ഉണ്ട്. ഇതാണ് ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ഒരു ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് നോക്കാം. ഒരു അസോസിയേറ്റീവ് മെമ്മറി ഓഫ് M വേർഡ് n സെൽസ് പെർ വേർഡ്. ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് നമുക്ക് കാണാൻ കഴിയും ആൻ അസോസിയേറ്റീവ് മെമ്മറി കൺസിസ്റ്റ് ഓഫ് എ മെമ്മറി അറേ ആൻഡ് മെമ്മറി അറേ അതിനകത്തുണ്ട്, മെമ്മറി അറേ ആൻഡ് ലോജിക് ഉണ്ട് ഫോർ M വേർഡ്സ് വിത്ത് n ബിറ്റ്സ് പെർ വേർഡ്സ്. M വേർഡ്സ് എന്ന് പറഞ്ഞാൽ വേർഡ് 1, വേർഡ് I, അല്ലെങ്കിൽ വേർഡ് 2, വേർഡ് 3, വേർഡ് 4 അപ് ടു വേർഡ് M വരെ എന്തുണ്ട്? നമുക്ക് ഈ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ കഴിയും. അതായത് M വേർഡ്സുകളുണ്ട് വിത്ത് n ബിറ്റ്സ് പെർ വേർഡ്. ഓരോ വേർഡിലും n ബിറ്റ്സ് പെർ വേർഡ് നമുക്ക് എന്ത് ചെയ്യാം? ഉണ്ടാവും എന്നുള്ളത്. ഒരു വേർഡിന് n ബിറ്റ്സും പിന്നെ M വേർഡ്സും ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ബിറ്റ്സ് എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടുള്ളത്, അതായത് C11, C1J, C1N അപ് ടു n നമ്പർ ഓഫ് ബിറ്റ്സുകൾ ഉണ്ടാവും ആൻഡ് M നമ്പർ ഓഫ് വേർഡ്സുകളും ഉണ്ടാവും. The word which are kept in the memory are compared parallel with the content of the argument register. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ആർഗ്യുമെന്റ് രജിസ്റ്ററിനകത്ത് എന്താണോ കണ്ടന്റ് ഉള്ളത് ആ കണ്ടന്റിനെ ഈ വേർഡുമായിട്ട് പാരലൽ ആയിക്കൊണ്ട് എന്ത് ചെയ്യും? വൺ ടൈം പാരലൽ ആയിക്കൊണ്ട് സെർച്ച് ചെയ്യാൻ കഴിയും എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. We have an argument register and also associative memory array and logic. അപ്പോൾ ഇതിനകത്ത് വേർഡുകളുണ്ട്. വേർഡ് 1, വേർഡ് 2, വേർഡ് 3, വേർഡ് 4 എന്ന് പറയുന്ന അതിനകത്ത് ഓരോ ബിറ്റ് ആയിക്കൊണ്ട് n ബിറ്റ്സ് അല്ലേ, ഇവിടെ 5 ബിറ്റ്സ് ഉണ്ട്. പിന്നെ ഇതൊരു എക്സാമ്പിളാണ്, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു എക്സാമ്പിളാണ്. ആൻഡ് ഓൾസോ ഒരു മാച്ച് രജിസ്റ്റർ ഉണ്ട്. അതിനകത്ത് മാച്ച് രജിസ്റ്ററിനും ഓരോ നമ്പർ ഉണ്ടാവും, M1, M2, M3, M4 എന്ന് പറഞ്ഞിട്ട്. ഇനി ആർഗ്യുമെന്റ് രജിസ്റ്ററിലെ ഇപ്പം നമുക്ക് കാണേണ്ട വാല്യൂ എന്ന് പറയുന്നത് 0, 1, 0, 1, 1 എന്ന് പറയുന്നത് ഒരു വാല്യൂ ആണ് നമുക്ക് മാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കണ്ടന്റ് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് അത് ഈ ഒരു മെമ്മറി അറേക്കകത്ത് ഉണ്ടോ എന്നാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? വേർഡ് 1 സെർച്ച് ചെയ്യും. വേർഡ് 1 സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ പൊസിഷനും ബിറ്റായിട്ട് സെർച്ച് ചെയ്യും. പാരലൽ ആയിക്കൊണ്ട് സെയിം ടൈമാണ് സെർച്ച് ചെയ്യുക. അപ്പം അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അത് ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? M1-നകത്ത് 1 വരും. അപ്പോൾ ഇവിടെ ട്രൂ അല്ല, 0 ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് C(1) എന്താണ് 0
1 ആണ്, പക്ഷെ ആർഗ്യുമെന്റ് രജിസ്റ്ററിനകത്ത് വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അവിടെ മാച്ച് അല്ല, 1 മാച്ച് ആണ്, പക്ഷേ 0 മാച്ച് ആണ്. 1 0 ആണ്, അത് മാച്ച് അല്ല. 1 0 ആണ്, അത് മാച്ച് അല്ല. അപ്പോൾ മാച്ച് രജിസ്റ്ററിനകത്ത് M1 എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി അടുത്തത് എന്ത് ചെയ്യണം? അടുത്ത വേർഡ് 2 എന്ത് ചെയ്യണം? സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്യുന്ന സമയത്തും അവിടെയും എന്തല്ല? മാച്ച് അല്ല. അപ്പോൾ M2 എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്തത് വേർഡ് 3, അതായത് നമ്മൾ സെർച്ച് ചെയ്യും. ആ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതെന്താണ്? മാച്ച് ആവും. അപ്പോൾ M3 എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. അടുത്തത് സെർച്ച് ചെയ്യുന്നത് വേർഡ് 4 ആണ്. ഇത് 0 1 1, അത് മാച്ച് അല്ല. അപ്പോൾ എന്താവും? M4 0 ആവും. അപ്പം ഇങ്ങനെയാണ് ഒരു മാച്ചിങ് രീതി നടക്കുന്നത്. ഇനി നമ്മളെ ബ്ലോക്ക് ഡയഗ്രത്തിനകത്ത് നമുക്കൊരു ആർഗ്യുമെന്റ് രജിസ്റ്ററിന്റെ പുറമെ ഒരു എന്തുണ്ടായിരുന്നു? കീ രജിസ്റ്റർ കൂടി ഉണ്ടായിരുന്നു അല്ലേ? എന്താണ് കീ രജിസ്റ്റർ എന്ന്? കീ രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു മാസ്കിങ്ങിന് വേണ്ടിയിട്ട്, മാസ്ക് ഫോർ ചൂസിങ് എ പർട്ടിക്കുലർ ഫീൽഡ് ഓർ കീ ഇൻ ദ ആർഗ്യുമെന്റ് വേർഡ്. നമ്മൾ ആർഗ്യുമെന്റ് രജിസ്റ്ററിനകത്തെ സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒന്നുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് കീ രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. അതെങ്ങനെ നോക്കാം. ഇഫ് ദ കീ രജിസ്റ്റർ കണ്ടെയ്ൻ എ ബൈനറി വാല്യൂ ഓഫ് ഓൾ 1. ഇപ്പോൾ കീ രജിസ്റ്ററിനകത്ത് ബൈനറി വാല്യൂ എന്ന് പറയുന്നത് എല്ലാം 1 ആണ് എന്നുണ്ടെങ്കിൽ then the entire argument is compared with each memory word. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആർഗ്യുമെന്റ് രജിസ്റ്ററിലെ എല്ലാ വേർഡും നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ മാച്ച് ഇതിനകത്തെ അറേക്കകത്തുള്ള എല്ലാ വാല്യൂവും നമ്മൾ എന്ത് ചെയ്യണം? സെർച്ച് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ അതർവൈസ് ഓൺലി ദോസ് ബിറ്റ്സ് ഇൻ ദ ആർഗ്യുമെന്റ് ദാറ്റ് ഹാവ് വൺസ്, അതായത് കീ രജിസ്റ്ററിനകത്ത് എല്ലാ വാല്യൂയും 0 അല്ല, 1 2 വാല്യൂ ആണ്. എല്ലാ വാല്യൂയും 1 അല്ല, 1 2 വാല്യൂ ആണ് 1 എന്നുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം എന്ത് ചെയ്താൽ മതി? മാച്ച് ചെയ്താൽ മതി. ബാക്കിയുള്ളത് നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്നുള്ളത്. അതർവൈസ് ഓൺലി ദോസ് ബിറ്റ്സ് ഇൻ ദ ആർഗ്യുമെന്റ് ദാറ്റ് ഹാവ് വൺസ് ഇൻ ദർ കറസ്പോണ്ടിങ് പൊസിഷൻ ഓഫ് ദ കീ രജിസ്റ്റർ ആർ കമ്പയർഡ്. അപ്പോൾ ഏതാണോ 1 വന്നിട്ടുള്ളത് അത് മാത്രം എന്ത് ചെയ്താൽ മതി? ആർഗ്യുമെന്റ് രജിസ്റ്ററിനും പിന്നെ നമ്മളുടെ അറേയും വെച്ച് കമ്പയർ ചെയ്താൽ മതി. ദസ് അതുകൊണ്ട് the key provide a mask for identifying a piece of information which specifies how the reference to the memory is made. എങ്ങനെയാണ് മെമ്മറിക്കകത്ത് റെഫറൻസ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യണം? റെഫറൻസ് ചെയ്യേണ്ട രീതിയെ കുറിച്ചിട്ടാണ് ഒരു മാസ്കിംഗ് എഫക്റ്റ് നൽകുകയാണ് എന്തിൻ്റെ പണി? കീ രജിസ്റ്ററിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇതിനകത്ത് കീ രജിസ്റ്ററിനകത്തെ ഫസ്റ്റ് n ബിറ്റ് വാല്യൂ എന്ന് പറയുന്നത്, ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് 0, സെക്കൻഡ് ബിറ്റ് എന്ന് പറയുന്നത് 1, തേർഡ് ബിറ്റ് എന്ന് പറയുന്നത് 1, ഫോർത്ത് ബിറ്റ് എന്ന് പറയുന്നത് 0, ഫിഫ്ത്ത് ബിറ്റ് എന്ന് പറയുന്നത് 0 അല്ലേ? അപ്പോൾ സെക്കൻഡ് ബിറ്റും തേർഡ് ബിറ്റും അത് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി? കമ്പയർ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ആദ്യത്തെ വേർഡ് 1ൽ നമ്മൾ കമ്പയർ ചെയ്യുന്നു. അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് 1 0 ഒരു മാച്ച് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് മാച്ചാണ്. ഓക്കെ. പക്ഷേ എക്സാക്റ്റ് ആർഗ്യുമെന്റ് രജിസ്റ്ററിന്റെ മുഴുവൻ വാല്യൂമായിട്ട് വേർഡ് 1 കമ്പയർ ചെയ്യുമ്പോൾ മാച്ച് അല്ല എന്നുണ്ടെങ്കിലും കീ രജിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാച്ച് ചെയ്യുന്ന സമയത്ത് ഏതാണോ 1 എന്ന് പറയുന്ന പൊസിഷൻ ആ ഒരു ഭാഗം മാത്രം എന്ത് ചെയ്താൽ മതി? ചെക്ക് ചെയ്താൽ മതി എന്നുള്ളത്. ഇനി അടുത്തത് സെക്കൻഡ് വാല്യൂ നമ്മൾ മാച്ച് ചെയ്യും. അതിനകത്ത് മാച്ച് അല്ല, അപ്പോൾ നമ്മൾ M2 എന്ന് പറയുന്നത് മാച്ച് രജിസ്റ്ററിനകത്ത് 0 ആയിരിക്കും. തേർഡ് വാല്യൂ എന്ന് പറയുന്നത് 0 മാച്ചാണ്, അതുകൊണ്ട് എന്തായിരിക്കും? 1 0 അല്ലേ? അപ്പോൾ 1 0 ആകുമ്പോൾ അത് 1 എന്ന് മാർക്ക് ചെയ്യും. ഫോർത്ത് വാല്യൂ മാച്ച് അല്ല, അതുകൊണ്ട് 0 എന്നും രേഖപ്പെടുത്തും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു കീ രജിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് മാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു അസോസിയേറ്റീവ് മെമ്മറിയുടെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.